മുഖ്യമന്ത്രി അവസാനം എൻ്റെ മറുപടിക്ക് ശേഷം അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു, പൊതുവെ നമ്മൾ യോജിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിർദ്ദേശം സ്വാഗതാർഹമായി കണ്ടുകൊണ്ട് ഒന്നിച്ചെങ്ങനെ എതിർക്കാമെന്നുള്ള അദ്ദേഹവുമായി ചർച്ച ചെയ്യാം. ഇതാണ് CM നൽകിയിട്ടുള്ള മറുപടി. ആ മറുപടിക്ക് ശേഷമാണ് ഞങ്ങൾ UDF LDF ചർച്ച. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കരുത്തുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. ഈ ഒറ്റയ്ക്കുള്ള കരുത്ത് പാർലമെൻറ്റിൽ എന്തുകൊണ്ട് കാണിച്ചില്ല? ഇത് ഞങ്ങളിവിടെ ഇനിയിപ്പോൾ ചെലവ് കൊടുത്തു അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പോയി ഒന്നും പറഞ്ഞില്ല, അതല്ലല്ലോ. നിങ്ങൾ നിയമസഭയിൽ ലോകസഭയിൽ നിശബ്ദമായി ഇരുന്ന് പാസ്സാക്കി കൊടുത്തു. മണിപ്പൂർ പ്രശ്നം ബഹളമായിരിക്കും, ഭേദഗതി കൊടുക്കണ്ടേ? അതിനുശേഷം ശക്തമായി പറയണ്ടേ ഇങ്ങനൊന്ന് പാസ്സാക്കി തെറ്റായിപ്പോയി? അതിനുശേഷം ഏതെങ്കിലും സബ്മിഷൻ ഇപ്പോൾ ഉന്നയിച്ച അല്ലാതെ ഉന്നയിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ റോഡ് ഷോയിൽ കേരളം അവിടെ പോയി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പരസ്യമായി ഈ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയിലേക്ക് വന്നത്. അത് ഗൗരവമായൊരു പ്രശ്നമായി വന്നത്. അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തയല്ല, കഥ വാർത്തയാക്കി നൽകാനേ പാടില്ല. ഇതിലിപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇപ്പോൾ അവർ സാധാരണ കേന്ദ്ര സെക്രട്ടറിമാർ വരുമ്പോൾ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുമല്ലോ. ഇപ്പോൾ രാജ്യത്തെ നിയമമായി കേരളത്തിൻ്റെ സെക്രട്ടറിമാർക്ക് പങ്കെടുക്കാൻ നിർബന്ധിതമാക്കിയൊരു നിയമം നിശബ്ദമാക്കി പാസ്സാക്കി. നിങ്ങൾ എതിർത്തോ ഇല്ലെങ്കിലും രാജ്യത്തെ നിയമം വന്നു. ആ നിയമത്തിന് പിന്നെ പ്രതിഷേധം വേറെ രൂപത്തിലാണ്. പക്ഷേ ബ്യൂറോക്രസി ആകുമ്പോൾ സെക്രട്ടറിമാർ വരും, സംസാരിക്കും, ചർച്ച ചെയ്യും. അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയതിനെ കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ മനോരമയുടെ ഗവേഷണ റിസർച്ച് വിങ്ങിന് കണ്ടെത്താനേ പറ്റിയിട്ടില്ല. ഈ ബില്ല് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ഈ ഓഫ് ഷോർ എന്നുള്ളത് എങ്ങനെ ഒരു നിയമവിധേയ പ്രക്രിയ എന്നുള്ളത് കണ്ടെത്താനേ പറ്റിയിട്ടില്ല. അപ്പോൾ അത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശാലമായി ഇപ്പോൾ എല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് തീരദേശ ഹർത്താൽ നടക്കുന്നത്. ട്രേഡ് യൂണിയനുകളെല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ പ്രശ്നം ഏറ്റെടുക്കേണ്ടതുണ്ട്. 2002 ശ്രീ വാജ്പേയി ആയിരിക്കുമ്പോഴാണ് ഈ നിയമം ആദ്യം ഭേദഗതി ചെയ്തത്. 2010 കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെൻറ്റാണ് ഇതിനാവശ്യമായി ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. അത് കുറച്ചുകൂടി ഉദാരമാക്കലാണ് 2023 ഈ നിയമം പാസ്സാക്കി ചെയ്തത്. ആ നിയമം പാസ്സാക്കിയപ്പോൾ കുറ്റകരമായ നിശബ്ദത പാലിച്ചു. ഇത് സംബന്ധിച്ച് അതിനുശേഷവും ഒരു സബ്മിഷൻ പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല, ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ കേരളം ബില്ല് അവതരിപ്പിക്കുന്ന മുൻപും അതിനുശേഷവും ശക്തമായ നിലപാട് സ്വീകരിച്ചു. പാസ്സാക്കി കഴിഞ്ഞാൽ ലോ ഓഫ് ദി ലാൻഡാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ വ്യത്യസ്തത ശക്തമായി നമ്മൾ നിലപാട് സ്വീകരിക്കും. ഉദ്യോഗസ്ഥൻ വിളിച്ച യോഗത്തിലും ശക്തമായ നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിശാലമായി വരുന്ന യോജിപ്പിനെ ദുർബലപ്പെടുത്താനായി ഇറങ്ങിത്തിരിക്കുന്നവർ ഇത് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് തെറ്റായാണ് ഒരു വാർത്ത ഇന്ന് തന്നെ കൊടുത്തതും ബോധപൂർവമായിരിക്കും. അത് വളരെ തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഈ വസ്തുതകളാകെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഒരു പത്രം മാത്രമല്ല, 2-3 പത്രങ്ങൾ സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വാർത്ത വന്നിട്ടുണ്ട്. അത് എതിർപ്പുകൾ അവഗണിച്ച് കടൽമണ്ണ് ഖനന നടപടി പുരോഗമിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ദുരൂഹത. കേന്ദ്ര നിയന്ത്രണത്തിൽ കടൽ ഖനനം നടത്തുന്നതിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ പോലും തയ്യാറാകാത്ത സംസ്ഥാന സർക്കാർ മുമ്പ് നടത്തിയ ഇടപാടുകളാണ് സംശയത്തിന്റെ നിഴലിലാകുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഓഫ് ഷോർ മൈനിങ് നിയമം ഭേദഗതി ചെയ്ത് സംസ്ഥാനത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിലെ ഖനനാധികാരം കേന്ദ്രം ഏറ്റെടുത്തതിലും മൈനിങ്ങിലൂടെ ലഭിക്കുന്ന റോയൽറ്റി മുഴുവൻ കേന്ദ്രം സ്വന്തമാക്കുന്നതിലും മാത്രമാണ് സംസ്ഥാനത്തിന്റെ എതിർപ്പ് പറഞ്ഞത്. ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളാണ്. അല്ല, ഇതല്ലേ ഞാൻ ആദ്യത്തെ കത്ത് നിങ്ങൾക്ക് എൻ്റെ കോപ്പി തരാം, ഇതിലെന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ ഇതാദ്യം കൊടുത്ത് ബില്ലിന് മുമ്പ് അതിൻ്റെ കോപ്പി തരാം. അതിലെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻവയോൺമെൻറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഫ്ലോർ ആൻഡ് ഫോണ, എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് അതിന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് ഇവിടെ ഈ റോഡ് ഷോയിൽ മീഡിയക്കാരുണ്ടായിരുന്നു, പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി. അതിനെ തുടർന്ന് ഒറീസയിൽ കേന്ദ്ര ഖനി മന്ത്രിമാരുടെ യോഗം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ ഖനി സെക്രട്ടറി പറഞ്ഞു കേരളത്തിന് ഒബ്ജക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അവർ ഒരു ഏജൻസിയെ ഇത് സംബന്ധിച്ച് പഠിക്കാനായിട്ട് നിയോഗിക്കാം എന്ന് അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. നമ്മൾ അയച്ചാലും ഇതിന് ശേഷമാണ്, റോഡ് ഷോയ്ക്ക് ശേഷം വീണ്ടും അയച്ചു. അതിലും ഓരോ ഭാഗം പറയുന്നുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ പണം മാത്രമല്ല, എങ്ങനെയാണ് ഇതിൻ്റെ എൻവയോൺമെൻ്റലായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന ഭാഗവും. The glaring lacuna in the amendment of the act relating to offshore mining is that it does not take into account any environmental aspects. അത് നമ്മൾ പറയുന്നുണ്ട്. ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ
കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആദ്യത്തെ വളരെ വിശദമായി പറഞ്ഞു. പിന്നെ ബില്ല് പാസ്സായതിനു ശേഷം വീണ്ടും നമ്മുടെ നിലപാട് പരസ്യമായി പറഞ്ഞു. അതിനുശേഷം വീണ്ടും കത്തെഴുതുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ട വിശാലമായ സമരത്തെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇതിന് പുറകിലുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞല്ലോ, നമുക്ക് ഒന്നിച്ച് ചർച്ച ചെയ്യാം. പ്രമേയം പാസ്സാക്കുന്നത് ലാസ്റ്റ് ഡേ ആണല്ലോ, വീണ്ടും പാസ്സാക്കാം. അത് മാത്രം പോരാ, വേറെ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകാം. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ അത് ദുർബലപ്പെടുത്താനാണ് ഇത്തരം ശ്രമം. ഇത് ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതുവരെ? ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കി 23 ഇവർ നിശബ്ദമായിരുന്നു, ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല, കേരളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെയല്ല ജാഥ അയക്കേണ്ടത്, അവിടെയാണ് ഇവർ ശക്തമായിട്ട് ഇപ്പോൾ അവിടെ പോയി കുത്തിരിക്കണം. MP-മാർ ശരിക്കും അതിശക്തമായിട്ട് ഈ നിയമം പറ്റില്ല എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിക്കണ്ടേ? കേരളത്തിൻ്റെ താല്പര്യം മാത്രമല്ല, ഇത് ദേശീയ താല്പര്യം, ദേശീയ സമരം ഏകോപിപ്പിക്കേണ്ട ആളാണ് പറയുന്നത് ഞങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന്. ഇത് പാസ്സാക്കി കൈയടിച്ച് പോന്നിട്ട് ഞാൻ രാജ്യസഭയെ നോക്കുമ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ കാണുന്നുണ്ട് കോൺഗ്രസ് നേതാവിൻ്റെ. നമ്മൾ ചർച്ചയിൽ ആരും പങ്കെടുത്തിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് ഭേദഗതി കൊടുക്കാമല്ലോ, അത് കഴിഞ്ഞൊരു പ്രൊസസ് നടത്താമല്ലോ, അത് കഴിഞ്ഞ് സബ്മിഷൻ കൊടുക്കാമല്ലോ, അത് കഴിഞ്ഞ് വീണ്ടും എത്രയോ ടൂളുകളുണ്ട്, ഇൻസ്ട്രുമെൻറ്റുകളുണ്ട് പാർലമെൻ്ററി സംവിധാനത്തിൽ ഉപയോഗിക്കാൻ. ഇപ്പോഴാണ് ആദ്യം ബഡ്ജറ്റിലാണ് കണ്ടെത്തിയെന്ന മട്ടിലുള്ള ഇത് വരുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഈ വസ്തു അറിയണം. ഇത് ഞാനിപ്പോൾ തർക്കിച്ച് പോകാനല്ല. 1-ാം പേജിൽ തന്നെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഒരു കാര്യം കൊടുത്ത് ഈ ഐക്യത ദുർബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇതാണ് വസ്തുത. ഇത് മീറ്റിംഗ് പങ്കെടുക്കുക, കേന്ദ്ര സെക്രട്ടറി പങ്കെടുക്കും. ഷോയുടെ ചിലവും നമ്മൾ വഹിക്കില്ല. ഷോയിൽ നമ്മൾ പങ്കെടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥന്മാർ, അവർ സ്വാഭാവികമായിട്ടും ക്യാമറ മൈനിങ് വിഭാഗം വിളിക്കുമ്പോൾ, രാജ്യത്ത് ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി വിളിക്കുമ്പോൾ അവിടെ പോകും. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ നിലപാട് അതിശക്തമായി പറഞ്ഞു. അത് റിപ്പോർട്ട് ചെയ്തത് മനോരമ ചെറുതായിട്ടാണെങ്കിലും അതുകൂടി വയ്ക്കണ്ടേ? പിന്നെ ഇതിനെ സംബന്ധിച്ച് റോഡ് ഷോയുടെ ഒരു ചെലവും KMML വഹിച്ചിട്ടില്ല. നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് വരുന്ന കാര്യമില്ല. അവരുടെ ബോർഡ് തന്നെ തീരുമാനിച്ച് ഇതുവരെ ഒന്നും കൈമാറിയിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്തെ ചെലവെല്ലാം തന്നെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നത്. അതൊന്നും അല്ലല്ലോ പ്രശ്നം. പ്രശ്നം എന്താ? ഒരു നിയമം പാസ്സായി, ആ നിയമം അനിയന്ത്രിതമായ അധികാരം നൽകി. ഈ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ ഒബ്ജക്ഷൻ കൊടുക്കണമായിരുന്നു. കാരണം ഇത് പാർലമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസിക്ക് അപ്പുറം പോകുന്നു. ഭരണഘടനാ പ്രകാരം ഞങ്ങൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ കത്തി പറയുന്നുണ്ട്, ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അവനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല, ഒബ്ജക്ഷൻ കൊണ്ടുവരണമായിരുന്നു. പിന്നീട് പാസ്സാക്കുമ്പോൾ ബഹളാണെങ്കിൽ പോലും ഭേദഗതി കൊണ്ടുവരണമായിരുന്നു. ഭേദഗതി പ്രസ് ചെയ്യാൻ ആ സമയത്ത് കഴിയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെയൊന്ന് പാസ്സാക്കിയത് തെറ്റായി എന്ന് ജനങ്ങളോട് പറയണമായിരുന്നു. ആ കടമകളൊന്നും നിർവഹിക്കാത്തവരെ ഇരു കൈയും ഉയർത്തിയിട്ട് ഇപ്പുറത്തൊരു കൈ സഹായം എന്ന് പറയുന്ന രാഷ്ട്രീയ അന്ധത ബാധിച്ച ഒരു മാധ്യമ പ്രവർത്തനമാണ്. അത് കേരളത്തിന് അത്ര ഗുണകരമാണ്.